ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സീൽ ടു നോ. അപ്പോൾ സീൽ ടു നോയുടെ ഇന്നത്തെ എപ്പിസോഡും കഴിഞ്ഞ എപ്പിസോഡും പോലെ തന്നെ ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ്. ഞങ്ങളുടെ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ഒരു കണ്ടിന്യൂഷനാണിത്. കഴിഞ്ഞ എപ്പിസോഡ് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഗാർഡനിങ്ങിൻ്റെ ടിപ്സും ട്രിക്സും ഒക്കെ ഞങ്ങൾക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല. അപ്പോൾ ഞങ്ങൾ അറിയാവുന്ന ഒരു വ്യക്തിയുടെ വീട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. സൂസൻ എന്നാണ് ഇതിൻ്റെ പേര്. ചെറിയ നീല കളറിലുള്ള പൂക്കളാണ് ഇതിന് ഉണ്ടാകുന്നത്. ഇത് ഹാങ്ങിങ് ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റും, അല്ലെങ്കിൽ ബുഷായിട്ട് വേണമെങ്കിലും ഹാങ് ചെയ്യാതെ ഇതിപ്പം ഇങ്ങനെ നിൽക്കല്ലേ, അങ്ങനെ വേണമെങ്കിലും വളർത്താൻ പറ്റും. ഇതിന് വലിയ കെയറൊന്നും വേണ്ടാത്ത പ്ലാന്റാണ്. ജസ്റ്റ് നമ്മുടെ മിക്സ് വളം അങ്ങനെ മണ്ണിട്ട് വെച്ച് നട്ട് പെട്ടെന്ന് കിളിച്ചോളൂ. ഇതൊരു നല്ല ഐഡിയ കേട്ടോ. വീട് പണിയുമ്പോൾ ഇങ്ങനെ വീട് പണിഞ്ഞ് ചെടിയോടുള്ള താല്പര്യം കൊണ്ട് ഇങ്ങനെ തന്നെ പണിയിച്ചെടുത്തതാണ്. അവിടെ ചെടി നടാൻ വേണ്ടി ഞാനിങ്ങനെ ഇതിങ്ങനെ ഇപ്പൊ കണ്ടില്ലേ, ഇതെല്ലാം ഇങ്ങനെ ചെറുതായിട്ടൊക്കെ കിളിച്ച് നിൽക്കുന്നു. ഇത് കിളിച്ച് ഇത് വള്ളി പോലെ ഇങ്ങോട്ടങ്ങ് വീഴും. എന്നിട്ട് ഇതിലിങ്ങനെ പൂക്കൾ ഇഷ്ടം ഇങ്ങനെ കുറേ പൂക്കൾ, ഇങ്ങനെ നിറയെ പൂക്കളുണ്ട്. ഈ പൂക്കൾ ഉണ്ടായതെല്ലാം ഈ ഉണങ്ങി ഇപ്പോൾ നിൽക്കുന്നത്. ഇതിപ്പോൾ അടുത്തത് കിളിച്ച് വീഴുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊന്ന് എടുക്കാൻ ഈ ഉണങ്ങി നിൽക്കുന്നത് എടുത്ത് കളയാൻ പറ്റത്തില്ല. അതാ അപ്പോഴത്തേക്കിനും അടുത്തത് കിളിച്ചിരിക്കും. അപ്പോൾ ഇത് ഒരിക്കലും ഇതിപ്പോൾ എത്ര വർഷമായിട്ട് ഇങ്ങനെ തിങ്ങി കിളിച്ചിട്ട് ഇതിങ്ങനെ വള്ളി പോലെ ഇത് ഹാങ്ങിങ് ആയിട്ട് ആക്ച്വലി വളർത്താവുന്ന ഒരു ടൈപ്പ് ജമന്തി നാടനാണ്. ഇതിൻ്റെ ആ വേര് നിന്ന് കിളിച്ചോളൂ. എനിക്ക് ചെറിയൊരു പ്ലാന്റ് കിട്ടിയതാണ് ഇതിൻ്റെ. അപ്പോൾ ഇതൊന്നും ചെറിയ പ്ലാന്റ്സ് എടുത്ത് വെച്ച് നമുക്ക് കിളിപ്പിക്കാം. ജസ്റ്റ് ഇത്രയും ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കുക. ജസ്റ്റ് ഇവിടോട്ടെങ്ങാനും ഇങ്ങനെ ഇതെല്ലാം എൻ്റെ വിരൽ കൊണ്ടൊക്കെയാണ് മിക്കവാറും ഞാൻ ചെടി നടുന്നത് കേട്ടോ. ഇങ്ങനെ നട്ട് വെക്കത്തേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ. എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കും, ചെടി ഇങ്ങനെ കിളിക്കും. ഇങ്ങനെ എനിക്ക് ജമന്തിയുടെ ഇപ്പോൾ വെള്ളയുണ്ട്, ഈ മഞ്ഞയുണ്ട്, പിന്നെ ഈ ലെമൻ്റെ സ്കിന്നിൻ്റെ കളറിൻ്റെ ഒരു മഞ്ഞ കളറിലെ ഉണ്ട്, പിന്നെ വേറൊരു, പിന്നെ ഇതിപ്പോൾ ഇതാണെങ്കിൽ ചുമന്നതായിരുന്നു. ഹൈബ്രിഡ് റെഡ് ജമന്തി ചുമന്ന ജമന്തി ഞാൻ വാങ്ങിച്ചപ്പോൾ അതിനകത്ത് നിന്ന് ഒരു മുള വരുന്ന കണ്ടുകൊണ്ട് എടുത്ത് നട്ടതാണ്. പക്ഷെ അതിൻ്റെ പൂ ഉണ്ടായപ്പോൾ നമ്മൾക്ക് ആദ്യം കിട്ടിയ അതിൻ്റെ കളറില്ല, മനസ്സിലായി. ഇത് ഉണങ്ങിപ്പോയി. എപ്പോഴും ഒരു യെല്ലോയിഷും കൂടെ മിക്സ് ചെയ്താണ് വരുന്നത്. ഒറിജിനൽ കളർ കിട്ടില്ല ഈ ഹൈബ്രിഡ് ഐറ്റംസിന്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ നട്ടാലും ചിലപ്പോൾ അത് കളിക്കണമെന്നില്ല. പെട്ടെന്ന് ഹൈബ്രിഡ് ആ പൂവിൻ്റെ ഒരു ഭംഗിയേ ഉള്ളൂ, ആ ചെടി നഷ്ടപ്പെട്ടു പോകും, പെട്ടെന്ന് നശിച്ചു പോകും. പിന്നെ അതിനകത്ത് വെച്ച് ഞാനിങ്ങനെ ഒരു എന്നിട്ട് പക്ഷേ ഇതുപോലെ ഇപ്പം കിളിക്കുന്നുണ്ട്, എങ്കിൽ ആ ഒറിജിനൽ കളർ ആ പൂവിനില്ല. അങ്ങനെ തന്നെ വേറെ ഇതുപോലെ അതിന്റെ വേരിൽ നിന്ന് പൊട്ടിക്കിളിച്ച് വന്നിട്ട് പൂ എപ്പോഴും നശിക്കാതെ ഈച്ചയില്ല. മണ്ണല്ലേ, വെള്ളം കെട്ടി കിടക്കുന്നില്ലല്ലോ. വെള്ളയുടെ ഒരു പൂവേ ഉള്ളൂ. ഇപ്പോൾ അതിൻ്റെ പൂവെല്ലാം കഴിഞ്ഞ് വെച്ച് വീണ്ടും തൈകൾ കിളിച്ച് വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇതിൽ മുട്ടുണ്ട്. ജമന്തിയിൽ ഇങ്ങനെ മുട്ട വന്നിട്ട് വിരിയാൻ കുറേ സമയം പിടിക്കും. അങ്ങനെയായാലും 4 മാസമൊക്കെ വരും. മുട്ടിങ്ങനെ ചെറുതായിട്ട് വന്നിട്ട് ഈ കുഞ്ഞ് മുട്ടുകൾ വന്നിട്ട് ഇത് വലുതായി വിരിയാൻ അതിൻ്റെ ഒരു ടൈമുണ്ട്. ചിലർ വിചാരിക്കും അയ്യോ എൻ്റെ ഇത് പൂക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പ്രളം പിടിക്കുന്നവരുണ്ട്. പക്ഷേ അത് തണ്ടൊക്കെ ഒന്ന് മൂക്കാതൊന്നും ജമന്തിയിലെ പൂവില്ല. ഇതിൻ്റെ വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വയലറ്റ് തണ്ട്, ഗ്രീൻ ലീഫ്, കുറച്ച് നീളമുള്ള ലീഫാണ് ഇതിൻ്റെ. സാധാരണ ടർട്ടിൽ വൈനെ അപേക്ഷിച്ച് ഇച്ചിരി നീളം. ഇത് ഗ്രീൻ തണ്ട് തന്നെ, ഗ്രീൻ ലീഫ്. ഇത് ടർട്ടിൽ വൈന് കുറച്ചുകൂടെ ഡാർക്ക് വയലറ്റാണ്, പച്ച കളർ തന്നെയാണ് ഇതിൻ്റെ ലീഫിന്. കുറച്ച് മറ്റേ വേറെ ടൈപ്പ് ഉണ്ട് ടർട്ടിൽ വൈൻ, അതിൻ്റെ അത്ര റൗണ്ട് ഷേപ്പ് ആണ് ഇതിൻ്റെ ഇരിക്കുന്നത്. ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്.
ഇതിൻ്റെ ലീഫ് തമ്മിൽ വ്യത്യാസം സെയിം ആണെന്ന് തോന്നുന്നു. ഇത് കണ്ടേ കുറച്ച് ഓ ഈ പച്ചയുടെ തന്നെ ഒരു ചെറിയ ഒരു വൈഡ്നെസ്. ഇത് റൗണ്ട് ഷേപ്പാണ് കണ്ടില്ലേ, വയലറ്റ് തണ്ടും റൗണ്ട് ഷേപ്പ്. ഇതിൻ്റെ ലീഫ് കുറച്ച് നീളും, അതാണ് വ്യത്യാസം. പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ആ ചെറുതുണ്ട് ചാർലിക്ക് ക്രീപ്പറിൻ്റെ വലിയ ലീഫിൻ്റെ ഇത് ചെറിയ ലീഫ്. ഓ അതിൽ തന്നെ അത്രയും തന്നെ 2 വെറൈറ്റി. പിന്നെ ഇത് ടർട്ടിൽ വൈൻ്റെ കുറച്ചുകൂടെ വലിയ ഇതൊന്നും അത്ര കോമൺ ആയിട്ടില്ല. ഇത് എപ്പീസിയയുടെ 2 ടൈപ്പാണ് ആക്ച്വലി ഇതിനകത്ത് നിൽക്കുന്നത്. ഇതിൻ്റെ ലീഫിൻ്റെ വ്യത്യാസം ഇതിനകത്ത് നല്ല വൈറ്റ് കണ്ടോ, ഇതിനകത്ത് അത്രയില്ല, ഒരു വെൽവെറ്റ് പോലെയാണ് ഇതിൻ്റെ ലീഫ്. അതിൻ്റെ തന്നെ വേറെ കളറ്, എപ്പീസിയയുടെ വേറെ കളറ്, ഇത് വേറെ കളറ്. ഇത് പൂക്കളും വ്യത്യാസമുണ്ട്. ഫ്ലവറിങ് എപ്പീസിയ ഫ്ലവറിങ്. അതിൻ്റെ പൂ ഇതാ ഇവിടെ നിൽക്കുന്നു. പിന്നെ പിങ്ക് കളറിൻ്റെ ഉണ്ട്. ഇത് വേറൊരു ടൈപ്പാണ് ഈ നിൽക്കുന്നത്. ഇതിൽ ലൈറ്റ് പിങ്ക് കളർ പൂവാണ് ഉണ്ടാകുന്നത് ഈ എപ്പീസിയ. ഇങ്ങനെ ഇപ്പം യെല്ലോ എപ്പീസിയ ഉണ്ട്, വൈറ്റ് ഉണ്ട്. ഇങ്ങനെ ഈ പൂക്കളും ഈ ഇലകളും വ്യത്യാസത്തിൽ ഒരുപാട് വെറൈറ്റി ഉണ്ട് എപ്പീസിയയുടെ. ഇതിൻ്റെ ഈ തണ്ട് ഇങ്ങനെ നീണ്ടു കിടക്കുന്ന തണ്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നട്ട് വെച്ചിരുന്നാൽ മതി, കിളിച്ചോളൂ. അത് മാത്രം മതി. ഇതിൻ്റെ ഇവിടുന്ന് വേര് പിടിക്കും ഇതിൻ്റെ. ഫെറ്റൂണിയയുടെ ലീഫ് കിളിക്കാൻ വേണ്ടി ചകിരിച്ചോറ് മിക്സ് ചെയ്ത് അതിനകത്ത് നട്ട് വെച്ചിരിക്കുക ലീഫ്. ചേമ്പിൻ്റെ ഇല മാതിരി ആയിരിക്കുന്നത്, പക്ഷേ ഇതിൻ്റെ പേര് അലോക്കേഷ്യ എന്നാണ്. ഇങ്ങനെ അലോക്കേഷ്യ ഗ്രൂപ്പിൽ വരുന്ന ഇതൊരെണ്ണം. ഇതുണ്ട്, ഇത് കുതിരമുഖിന്ന് ഇതിനൊരു പേരുണ്ട്. ഇതുണ്ടോ കുതിരയുടെ ഫേസ് മാതിരിയല്ലേ ഇതിൻ്റെ ലീഫ് ഇരിക്കുന്നത്, അങ്ങനെ പേരുണ്ട്. ഇതും അലോക്കേഷ്യയുടെ വെരിഗേഷൻ. ഇതുണ്ട് പച്ചയും വെള്ളയിലയാണ് ലീഫ്. പിന്നെ അലോക്കേഷ്യ മിനിയേച്ചർ ഉണ്ട്. ഇത് അലോക്കേഷ്യ ചെറുതായിട്ടല്ലേ മിനിയേച്ചർ. അലോക്കേഷ്യ വെൽവെറ്റ്. ഇതിന്റെ ടെക്സ്ചർ കണ്ടോ, ലീഫിന്റെ ടെക്സ്ചർ വെൽവെറ്റി ടെക്സ്ചർ. വെൽവെറ്റിൻ്റെ ലീഫിൽ മീഡിയം വെറൈറ്റിയാണ് ഇതെല്ലാം. ഇതിനകത്തിൽ ഈ ലീഫ് കണ്ടില്ലേ, ഇത് വ്യത്യാസമുണ്ട് ഇതിൻ്റെ ലീഫിൻ്റെ. ഇതിനകത്തിൽ ഇങ്ങനെ നല്ല ഡാർക്ക് പിങ്ക് കളറിൽ വൈറ്റ് ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. അങ്ങനെയാണ് ഇതിനകത്ത് ചെറിയ റെഡ് ഇതുണ്ട്, വൈറ്റ് ഇങ്ങനെ നമ്മളൊന്ന് ജസ്റ്റ് ഈ പെയിൻറ്റ് സ്പ്രേ ചെയ്യുന്ന പോലെ ഇരിക്കും ഇതിൻ്റെ ഷെയ്ഡ്. ഇത് നല്ല വലിയൊരു ലീഫായിട്ട്. ഇതിൻ്റെ തന്നെ ചെറിയ ലീഫിൻ്റെ ഉണ്ട്. പിന്നെ ഇത് കണ്ടോ വെള്ളയും പച്ചയും. അത് നല്ല രസമാണ്. അതിനകത്ത് ഒത്തിരി കളർ ഡോട്ടുള്ളത്. വേറെ നട്ടിട്ടുണ്ട്, പക്ഷേ അതൊക്കെ കിളിച്ച് വരുന്നുള്ളൂ. ഇതിൻ്റെ ഇതിനകത്ത് നിന്ന് കിളിച്ച് വരുന്നുള്ളൂ. വേറെ ഷെയ്ഡ് ചെറിയ ചട്ടിയാണ് നട്ടിരിക്കുന്നത്. ഡ്രാസിനയുടെ വെറൈറ്റീസ് ഇനിയുണ്ട്. ഇത് കണ്ടോ, ഇതിൻ്റെ ലീഫിന് മെറൂണും പച്ചയും, ഇത് പച്ചയും വെള്ളയും.
സ്പൈഡർ ലില്ലിയാണ്. ഇതിന് പച്ചയും വെള്ളയാണ് ഇതിൻ്റെ ഷെയ്ഡ്. ഇതിനകത്തിൽ നല്ല ഗ്രീനിഷ് മാത്രമാണ്. സെയിം ലീഫാണ്, പക്ഷേ ഇതിനകത്ത് പച്ച കളർ മാത്രം. സ്പൈഡർ ലില്ലി ഇത് കൈതയുടെ ഷേപ്പാണ്, പക്ഷേ ഇതിന് സ്പൈഡർ പ്ലാന്റ് എന്നാണ് പേര് വരുന്നത്. ഇതിനകത്ത് മഞ്ഞ, സൈഡിൽ പച്ച. വെള്ള. ലീഫ് കുറച്ചുകൂടെ ബ്രോഡാണ്. ആ അതെ അതെ അതെ, ലീഫ് കുറച്ചുകൂടെ നല്ല ഭംഗിയാണ്, നല്ല ഭംഗിയുണ്ട്. ആ പക്ഷേ ചെറിയ ചെറിയ മുള്ള നല്ല ഭംഗിയുണ്ട്. വലിയ ചട്ടിക്കകത്ത് നട്ടിരിക്കുന്നുണ്ട്, നല്ല വിസ്താരമായിട്ട് അതിന് സ്ഥലമുണ്ട്. പിന്നെ തന്നെ വേറെ ഇത് വേറെ. അതെ അതെ, ചെറിയ വ്യത്യാസമൊക്കെ ഉള്ളു. ഉണ്ട്, ചുമ്മാ ഞാൻ കട്ട് ചെയ്ത് നട്ടതാണ്. ഇതിന് വേര് കിളിച്ചിട്ടുണ്ട്. ഈ സ്നേക്ക് പ്ലാന്റ് സാധാരണ ലീഫ് കട്ട് ചെയ്ത് നട്ട് കിളിപ്പിക്കാൻ പറ്റും. ഒരു ടൈപ്പാണിത്. ഇതിൻ്റെ ഡ്വാർഫുണ്ട്, ചെറിയ ടൈപ്പും ഉണ്ട്. ആ വേറെ കിട്ടുന്നു, നമുക്ക് ചെയ്യാം. അത് ലീഫ് നടക്കില്ല, ഡാർഫായിട്ടിരിക്കുന്നുണ്ട്. വേറെ ലീഫ് ഉണ്ട്. ഇതൊരു വെറൈറ്റി, ഇതൊരു വെറൈറ്റി, വേറെ വെറൈറ്റിയാണിത്. ഇതിൻ്റെ ഈ മൂത്ത ലീഫ് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് മണ്ണിൽ നട്ടാൽ മതി, കിളിച്ച് വരുന്നത്. ആ സ്ഥലക്കുറവുള്ളവർക്കല്ലേ, സ്ഥലക്കുറവുള്ളവർക്ക് നടാൻ പറ്റിയ ചട്ടി. സ്റ്റാൻഡ് പോലെ ഇരിക്കും അല്ലേ? നമ്മള് ഒരെണ്ണത്തെ 3 എണ്ണം, അപ്പം 5 എണ്ണം വെച്ചാൽ 15 ചട്ടിക്ക് തുല്യം. ഈ ഒരു ചെടിക്കൊക്കെ ഇതോ വെർട്ടിക്കലോ ഏതോ ആണല്ലോ. ഇത് ക്രിസ്മസ് കാക്ടസ്. ഇതിൻ്റെ 2 കളറുണ്ട്, റെഡും പിങ്കുമാണ്. ഇതിൻ്റെ അറ്റത്ത് കണ്ട് ഈ മുള വരുന്നിടത്ത് അതിനൊരു കളർ വ്യത്യാസം വരുന്നുണ്ട്. ഇത് പൂവല്ല, ഈ മുള വരുമ്പോൾ ഒരു കളർ ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ഇത് പൂവായിട്ടില്ല, കുറച്ചുകൂടെ സ്റ്റെമ്മൊന്ന് ഇതായിക്കഴിഞ്ഞാൽ പൂവ് വരികയുള്ളൂ. പിടിച്ചിട്ടുണ്ട് ഇവിടെ. ഇത് നല്ല വെയിലത്ത് വേണം ഇത് നടാൻ. അതുപോലെ തന്നെ വെള്ളം അധികം വേണ്ടാത്തതാണ്. ശക്തമായിട്ട് മഴ വെള്ളമൊക്കെ വീണ് കഴിഞ്ഞാൽ ഇത് പോകാൻ ചാൻസ് ഉണ്ട്. ആയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചെടികൾ ഞാൻ തന്നെ പറഞ്ഞല്ലേ, ഒരു 200 to 500 വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് ഇവിടെ ഉണ്ട്. അതിൽ തന്നെ ഇപ്പൊ കാണിക്കാൻ സാധിച്ചാൽ എത്രമാത്രം ഉണ്ടെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മളിപ്പം ഫുൾ ഇങ്ങനെ ഓടിച്ച് കാണിക്കുമ്പോൾ തന്നെ അതിനകത്ത് പല വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് ആണ് ഉള്ളത്. അപ്പൊ ഇതിനൊക്കെ എപ്പോഴാണ് സമയം കണ്ടെത്തുന്നത് ഇതിനൊക്കെ കെയർ ചെയ്യാൻ വേണ്ടി? രാവിലെ ഓഫീസിൽ പോകുന്നതിന് മുമ്പ്, പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ അങ്ങ് ഇറങ്ങും ഇച്ചിരി സമയം. പിന്നെ വേറെ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ അടുക്കളയിൽ കയറുന്നത്. പിന്നെ വൈകിട്ട് വന്നിട്ടും
അതാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ആദ്യം ഇതിന്റെ പരിപാടി കഴിഞ്ഞിട്ടാണ് കിച്ചൺ കയറുന്നത്. പിന്നെ അവധി ദിവസങ്ങൾ ഇങ്ങനെ പിന്നെ വെള്ളം ഒഴിക്കാന്നുള്ളതേ ഉള്ളൂ. മെയിൻ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കും. പുതിയതായിട്ട് വരുന്നതൊക്കെ നട്ട് വെക്കുക, പിന്നെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ അതിന്റെ ഇടയ്ക്ക് വരുന്ന പുല്ലൊക്കെ കുറച്ച് എടുക്കും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ ആൾക്കാർ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ നട്ട് കൊടുക്കുന്നതാണ്. അപ്പൊ എങ്ങനെയാ, എത്ര റേറ്റ് ഒക്കെ വാങ്ങിക്കുന്നത്? ഞാൻ പോട്ട് മാത്രം നട്ട് കൊടുക്കുന്നതിന് 50 വാങ്ങിക്കുന്നത്. പിന്നെ ഹാങ്ങിങ് കൂടെ ഉണ്ടെങ്കിൽ 70. പിന്നെ വിലയുള്ള പ്ലാന്റ്സ് ഉണ്ട്, ഞാനതൊന്നും നോക്കാറില്ല. ഇങ്ങനെ കാരണം മാക്സിമം ആൾക്കാർക്ക് ചെടിയോട് ഒരു താല്പര്യം ഉണ്ടായിക്കോട്ടെ എന്നുള്ള ഉദ്ദേശം കൂടി അതിനകത്തോട്ട് നമ്മൾ സപ്പോർട്ട് അന്വേഷിച്ച് ചോദിക്കുന്നത്. അപ്പോൾ ഒത്തിരി പേർക്ക് ഇൻട്രസ്റ്റ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവരെ നിരാശപ്പെടുത്താൻ പാടില്ല. അതിനനുസരിച്ച് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ട് ഈ രീതിയിൽ. അപ്പൊ എങ്ങനെയാ ഒരു ഐഡിയ തോന്നിയത്? ലൈക്ക് ഈ മിനിമൽ ഏരിയയിൽ നമുക്ക് ഇത്രയും വെറൈറ്റീസ് പ്ലാന്റ്, ലൈക്ക് ഇപ്പൊ തോന്നും ഗാർഡൻ കുറച്ച് പ്ലാന്റ്സ് വെക്കാം, അത്രയല്ലേ തോന്നാറുള്ളൂ. അതെ, ഇങ്ങനെ ഇപ്പൊ ഞാൻ പറഞ്ഞത് ഈ ഓൺലൈനിൽ കൂടി ഇങ്ങനെ പല സാധനങ്ങൾ ഇങ്ങനെ കാണാൻ തുടങ്ങിയപ്പോൾ അത് വേണമെന്നുള്ളൊരു ആഗ്രഹം. അപ്പൊ വില നമ്മളെയും കൊണ്ട് പറ്റുന്ന രീതിയിലാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് കളക്ട് ചെയ്യുമ്പോൾ അപ്പൊ നമുക്ക് എവിടെ വെക്കാം. ഇപ്പൊ ഇവിടെ ആദ്യം ഒരെണ്ണം വെച്ചു, പിന്നെ അടുത്ത് കൊണ്ടുവന്നു, വെയിൽ വേണമെന്നുണ്ടപ്പോൾ അടുത്തത് വെച്ചു. അങ്ങനെ പിന്നെ ഞാനൊരു സ്റ്റാൻഡ് അങ്ങ് സംഘടിപ്പിച്ചപ്പോൾ അതിനകത്ത് കുറേ ചട്ടികൾ അതിനകത്തിലായി. ഇനിയും എനിക്കൊരു സ്റ്റാൻഡ് വേണം. ആ സ്റ്റാൻഡ് വെച്ചിട്ട് അതിലിങ്ങനെ ഈ ഹാങ്ങിങ്ങോട് വരത്തൊക്കെ വേണം. ഒരു പിന്നെ ഹാങ്ങിങ് ഇടാൻ പറ്റും. എനിക്കിനി ഹാങ്ങിങ് ഇനിയും ഇടാനും ഒത്തിരി സാധനങ്ങൾ ഇരിപ്പുണ്ട്. അപ്പോൾ അങ്ങനെ ഇടത്തൊക്കെ ഒരു സ്റ്റാൻഡ്. പിന്നെ അതേ തന്നെ വെർട്ടിക്കലും കൂടെ ഒരു നെറ്റ് പോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതേ തന്നെ വെർട്ടിക്കല്. പിന്നെ രണ്ട് സൈഡിലും അതൊരു ഐഡിയയാണ്. ഈ സ്ഥലം ഇല്ലാത്തവർക്ക് പറ്റുന്ന ഒരു ഐഡിയ. ഒന്നിൽ 2 സ്റ്റെപ്പിൻ്റെ അല്ലെങ്കിൽ കുറച്ച് വീതിയുള്ളവർക്ക് 3 സ്റ്റെപ്പിൻ്റെ സ്റ്റാൻഡ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. എന്നിട്ട് അതിൽ 2 സൈഡിൽ ഞാൻ പറഞ്ഞിട്ട് ഈ പടരുന്ന ക്രീപ്പിംഗ് ടൈപ്പ് പ്ലാന്റ് ഫ്ലവറിങ് ഉണ്ട്. അതിങ്ങനെ വെച്ച് പടത്തിയിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് നല്ല പന്തൽ പോലെ ആക്കിയാൽ ഈ താഴെ ഇരിക്കുന്ന ചെടികൾക്ക് ഷെയ്ഡ് കിട്ടുകയും ചെയ്യും. അത് വലിയൊരു ഐഡിയ. അത് എന്നിട്ട് അതിന് പിന്നെ ഫ്ലവറൊക്കെ ഇപ്പോൾ ഒത്തിരി മണിമുല്ല, പിന്നെ ബ്രൈഡൽ ബൊക്കറ്റ്, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ക്രീപ്പിംഗ്. പിന്നെ അതുപോലെ മാണ്ടവില്ല അത് പിടിച്ച് കിട്ടാൻ ഇച്ചിരി പ്രയാസമാണ്. അപ്പോൾ ഈ മണിമുല്ലയൊക്കെ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് പറ്റി കൊടുക്കാം. പിന്നെ അതുപോലെ ഈ മഞ്ഞ പൂണെന്ന് അത് ക്രീപ്പിംഗ്, അതായത് ക്രീപ്പിംഗ് റോസസ് ഉണ്ട്. ഒത്തിരി ക്രീപ്പിംഗ് പ്ലാന്റ്സ് ഉണ്ട് ഈ പൂക്കളുണ്ടാക്കാം. അങ്ങനെയുള്ളത് ഈ സ്റ്റാൻഡിൽ ഇങ്ങനെ പടത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു പന്തൽ പോലെ നിൽക്കുമ്പോൾ താഴെ ഷെയ്ഡ് കിട്ടി. അപ്പോൾ അങ്ങനെ മാത്രമല്ല അത് ഹാങ് ചെയ്യാനുള്ള ഇതുണ്ട്. പിന്നെ അതിലൊരു ഈ നെറ്റ് പോലുള്ളത് നമ്മൾ കെട്ടിത്തൂക്കാനും ചെയ്ത് കഴിഞ്ഞാൽ വെർട്ടിക്കൽ വലിയ വെയിറ്റില്ലാത്ത ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന വെർട്ടിക്കൽ ടൈപ്പ് പോട്ട്സിനകത്തിൽ വെർട്ടിക്കൽ പ്ലാന്റ്സ് അവിടെ. അപ്പോൾ ഒരു ചെറിയ ഏരിയയിൽ ഇത് മാത്രം ചെടി നമുക്ക് നടാൻ പറ്റും എന്നുള്ളത് ഒരു എക്സാമ്പിൾ ആണ്. ശരിക്കും ഒരു എക്സാമ്പിൾ തന്നെയാണ്. കാരണം നമ്മളൊക്കെ ഏരിയ ഇല്ലാതെ മതിൽ മാത്രമുള്ളവരുണ്ട്. മതിലിലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്റ്റാൻഡ് പിടിപ്പിച്ചിട്ട് നമുക്ക് ചെടി എവിടെ വേണേലും ചെടി നടാൻ താല്പര്യമുള്ളവർക്ക് അത് എവിടെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അത്രയേ ഉള്ളൂ. അതിന് ഇത്ര സ്പേസ് വേണമെന്നോ ഇത്ര സ്ഥലം വേണമെന്നോ ഇത്ര മണ്ണ് വേണമെന്നൊന്നുമില്ല. മണ്ണൊരു പ്രധാന പ്രശ്നമാണ്. മണ്ണ് പിന്നെ ഇപ്പം പോട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ കിട്ടാറുണ്ട്. നേരത്തെ ഇല്ല അത്രയേ ഇല്ല. പിന്നെ മിക്കവാറും ആൾക്കാർ പോട്ടിനകത്ത് തന്നെ മണ്ണുള്ളതും നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നുണ്ട്. ഞാനാണെങ്കിലും നട്ടു കൊടുക്കുന്നത് അങ്ങനെയാണ്. നഴ്സറിയിൽ നിന്ന് ഈ പോട്ട് കിട്ടുന്നതിനകത്ത് ഈ നമുക്ക് ഈ ആവശ്യമുള്ള ചകിരിച്ചോറ് അതൊക്കെ ഉണ്ടാവും. അതറിയില്ല അവരെ എങ്ങനെയാ. നമ്മളത് മാറ്റി മിക്കവാറും കുറച്ചുനാൾ അതൊന്ന് പിടിച്ചോട്ടെന്ന് കരുതി അവരുടെ ഇതിൽ തന്നെ നിർത്തിയിട്ട് പിന്നെ പോട്ട് മാറ്റി ഞാൻ വലിയ പോട്ടിലാക്കേണ്ടത് അങ്ങനെ ചെയ്യാറുണ്ട്. ഓൺലൈനിൽ വാങ്ങിക്കുന്ന പലതിനും പ്ലാന്റ് ആയിട്ട് തന്നെ പ്ലാസ്റ്റിക് കവറിൽ അവർ ചകിരിച്ചോറോ അല്ലെങ്കിൽ അല്പം മണ്ണോ ഒക്കെ ഇങ്ങനെ ചെയ്ത് അങ്ങനെ വാടിപ്പോകാതിരിക്കാൻ പാക്ക് ചെയ്തൊക്കെയാണ് അവർ. മിക്കവാറും എനിക്ക് പിറ്റേ ദിവസം തന്നെ കിട്ടാറുണ്ട്. അതുകൊണ്ട് വാടാറില്ല. വൈകിട്ട് വരുമ്പോൾ ആദ്യത്തെ പരിപാടി ഈ ഓൺലൈൻ പ്ലാന്റ് നടുക എന്നുള്ളതാണ്. ഓൺലൈൻ ഷോപ്പിംഗ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും ഡ്രസ്സസും ഷൂസും ഒക്കെ വാങ്ങിക്കുന്നതിന് പകരം ഓൺലൈൻ ഷോപ്പിംഗ് ചെടികളാണ് വാങ്ങിക്കുന്നത്. ഇതൊക്കെ ഓൺലൈനിൽ കൂടെ വരുത്തതായി. നൈസ് വെറൈറ്റി ആണ് കേട്ടോ. നമുക്ക് ശരിക്കും നമുക്ക് തന്നെ അറിയില്ല ഏതൊക്കെ വെറൈറ്റീസ് ഇവിടെ ഉണ്ടെന്ന്. പ്ലാന്റിന്റെ എല്ലാത്തിന്റെ പേരും എനിക്കറിഞ്ഞൂടാ.
ഇതൊക്കെ ഓൺലൈന് ഒത്തിരി അങ്ങനെ ഓൺലൈനിൽ കൂടെ നമുക്ക് കിട്ടുന്നത് കൊണ്ട് നഴ്സറിയിൽ കിട്ടുന്നതിനെക്കാട്ടി കിട്ടും, വെറൈറ്റീസ് കിട്ടും. ശരിക്കും ഈ പോട്ട്സ് ഒക്കെ ഭയങ്കര എക്സ്പെൻസീവ് അല്ലേ? പോട്ടും ഞാൻ മാക്സിമം റേറ്റ് കുറച്ച് ഓൺലൈനിൽ കൂടെ വാങ്ങിക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് പോട്ട്സ് ഒക്കെ പെട്ടെന്ന് പോകത്തില്ലേ? പ്ലാസ്റ്റിക് ആ രീതിയിലുള്ള നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കി വാങ്ങിക്കുക ചെയ്യുന്നത്, കളറൊന്നും പോകാതെ നോക്കിയിരിക്കുന്നത്. എന്നാലും കുറേ വെയിലൊക്കെ കൊള്ളുമ്പോൾ കുറച്ചൊക്കെ കളർ അവൈലബിൾ ആയിട്ടുണ്ട്. ആദ്യം ഞാൻ ഹാങ്ങിങ് മാത്രമായി ഈ വള്ളി മാത്രം ഒരാളുടെ ഞാനിങ്ങനെ കുറേ ബൾക്കായിട്ട് അത് ഞാനെങ്ങനെയാണെന്നറിയാം, വാങ്ങിക്കുമ്പോൾ നമുക്ക് 1 കിലോയ്ക്ക് ഒരു കൊറിയർ ചാർജ് ആയിരിക്കും. അപ്പോൾ വാങ്ങിക്കുമ്പോൾ ആ 1 കിലോ അല്ലെങ്കിൽ 2 കിലോ അങ്ങനെ അങ്ങ് വാങ്ങിക്കുക. അപ്പോൾ കൊറിയർ ചാർജിൻ്റെ ഒരു വ്യത്യാസം. അപ്പോൾ ഈ ഓരോ ഇതിൻ്റെ വില എടുക്കുമ്പോൾ ആ കൊറിയർ ചാർജ് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ലാഭമുണ്ട് അതിനകത്ത്. അപ്പം നമ്മൾ പോട്ട് മാത്രമല്ല ശരിക്കും കൊടുക്കാറ്, നമുക്ക് ഹാങ്ങിങ് പ്ലാന്റിന് ഈ ഹാങ്ങും കൊടുക്കും. അപ്പോൾ ഇനി ഗാർഡനിങ് എന്താണ് നിങ്ങളുടെ ചോയ്സ്? അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ചെറിയ സ്പേസ് ആണെങ്കിലും വലിയ സ്പേസ് ആണെങ്കിലും എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി ഈ ഗാർഡനിങ് പ്ലാന്റിംഗ് ഒക്കെ ഇഷ്ടമായിട്ടുള്ളവർക്ക്. പിന്നെ നിങ്ങൾക്ക് പ്ലാന്റ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ ഓൺലൈൻ അവൈലബിലിറ്റി ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇപ്പം ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ്സ് പോട്ടിൻ്റെ റേറ്റ് ഒക്കെ പറഞ്ഞല്ലോ, നിങ്ങൾ കേട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾ വിചാരിക്കുന്നു. ഇത് വെറൈറ്റി വീഡിയോ ആണ്. ഞങ്ങൾ ഇതുവരെ ട്രാവൽ വ്ളോഗ്സും എഡ്യൂക്കേഷൻ വീഡിയോസൊക്കെ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഒരു വെറൈറ്റി വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. Okay, thanks for watching Zeal to Know. Bye bye. See you in the next video.